Instantaneous center. First problem. A link AB is moving in a vertical plane at a certain instant. When the link is inclined at 30 degrees to the horizontal, point A is moving horizontally at 4 meters per second, while point B is moving vertically upwards. Find the velocity of B. So here you can see AB, that is a link. അതായത് ഒരു സ്ട്രെയിറ്റ് ഒരു റോഡ് പോലത്തെ ഒരു എന്താണ് എ ബി എന്നുള്ള ഒരു ലിങ്കാണ്. അത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എ ബി അവിടെ ഡാഷ് ലൈനിൽ തിന്നായിട്ട് വരച്ചിരിക്കുന്ന, അധികം ഫേം അല്ലാതെ വരച്ചിരിക്കുന്നതാണ് എ ബി എന്നുള്ള സ്ട്രെയിറ്റ് ലിങ്ക്. അപ്പോൾ അതൊരു വെർട്ടിക്കൽ പ്ലെയിനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെത്തിയപ്പോൾ, at a certain instant, when the link is inclined at 30 degree to the horizontal. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഉള്ള പൊസിഷനിൽ ലിങ്ക് എത്തി. ഓക്കെ, ആൻഡ് എ ബി എന്ന് പറയുന്ന ലിങ്ക് ഇപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ പ്രീവിയസ് പൊസിഷനുമായിട്ട് എത്രയായിരിക്കും? 90 - 30, ദാറ്റ് ഈസ് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. നൗ you are given that the velocity of point A എന്നുള്ള പോയിന്റിൻ്റെ വെലോസിറ്റി VA എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂവിങ് വെർട്ടിക്കലി അപ്വേർഡ്. സോ VB അവിടെ കണ്ടോ, മുകളിലോട്ടാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, കണ്ടോ VB. സോ VB ഇസ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VB എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഉള്ള 2 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അതിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എ എന്നുള്ള പോയിന്റിലെ വെലോസിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ബി എന്നുള്ള പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ O. അപ്പോൾ ഈ കേസിലും നമ്മൾ എ എന്നുള്ള പോയിന്റിൽ VA വെലോസിറ്റി ഡയറക്ഷൻ ഹൊറിസോണ്ടലാണ് അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ, അപ്പോൾ ആ VA എന്നുള്ള വെലോസിറ്റിയുടെ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. അതാണ് ഡാഷ് ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. സിമിലർലി VBയിൽ പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരച്ചു. അപ്പോൾ അതാണ് അവിടുത്തെയും ഡാഷ് ലൈൻ. രണ്ടും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് O. സോ O ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. നൗ യു ഗോട്ട് എ ട്രയാങ്കിൾ AOB. AOB ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ദെയർഫോർ വാട്ട് ഈസ് tan 30? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആ ആംഗിൾ OBA എന്ന് പറയുന്നത് 90 - 60 ആണ്, ദാറ്റ് ഈസ് 30 ആണ്. സോ tan of 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, ദാറ്റ് ഈസ് OA by OB ആണ്. സോ OA by OB ഈക്വൽ ടു tan 30 എന്നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ ഫസ്റ്റ്. ഓക്കെ, റോമൻ സ്മോൾ ലെറ്റർ I എന്ന് കൊടുത്തു. ഓക്കെ, നൗ വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഫോർ ലീനിയർ വെലോസിറ്റി VA ഈക്വൽ ടു R ഒമേഗ. സോ R എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് A ഫ്രം ദി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, ദാറ്റ് ഈസ് OA. ഓക്കെ, so VA equal to OA into omega. Now what is omega? Omega is the angular velocity of point A about the instantaneous center O. And OA എന്ന് പറയുന്നത് distance of A from instantaneous center ആണ്. Similarly linear velocity VB will be R into omega. പക്ഷേ ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താണ്? Distance of B from instantaneous center. So OB into omega. So you got two equations. Equation 1, VA equal to OA into omega and VB equal to OB into omega. Now the point O is the instantaneous center. This means that the angular velocity of point A and point B about O will be omega. So therefore, if you divide equation 1 by equation 2, we get VA by VB equal to OA into omega by OB into omega.
since the angular velocity omega is a constant, we can cancel it. So you get VA by VB equal to OA by OB. Now from the first equation we know that tan 30 equal to OA by OB. Therefore substitute, we get VA by VB equal to tan 30. We know the value of VA as 4 meter per second. Therefore VB equal to VA by tan 30, that is 4 by tan 30, which is equal to 6.928 meter per second. Similarly, reciprocating engine mechanismത്തിൻ്റെ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നമ്മുടെ നോർമൽ ഓട്ടോമൊബൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഗിൾ സിലിണ്ടർ അല്ലെങ്കിൽ 2 സിലിണ്ടർ 4 സ്ട്രോക്ക് എൻജിനൊക്കെ ഉണ്ടല്ലോ ഓട്ടോമൊബൈലിൻ്റെ, അതായത് ഇപ്പോൾ ബൈക്കിൻ്റെയൊക്കെ. അപ്പോൾ ആ എൻജിൻ്റെ അകത്ത് ഒരു പിസ്റ്റൺ, നിങ്ങൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലൊക്കെ പഠിക്കും, ദർ ഇസ് എ പിസ്റ്റൺ. അപ്പോൾ ആ ഒരു പിസ്റ്റൺ റെസിപ്രൊക്കേറ്റിംഗ് മൂവ്മെൻറ്റ് ആയിരിക്കും പിസ്റ്റൺ ഉണ്ടാവുന്നത്, അതായത് ടു ആൻഡ് ഫ്രോ. ഓക്കെ, അപ്പോൾ ഇവിടെ പിസ്റ്റൺ കണ്ടല്ലോ, പിസ്റ്റൺ ഈ ഫിഗറിൽ പിസ്റ്റൺ കാണിച്ചിട്ടുണ്ട്. പിസ്റ്റണിൻ്റെ അകത്തൊരു റോഡുണ്ട്. ആ റോഡ് അതിൻ്റെ എൻഡ് പോയിൻ്റാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ AC എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ പിസ്റ്റൻ്റെ റോഡ് എന്ത് ചെയ്യും, റെസിപ്രൊക്കേറ്റ് ചെയ്യും. റെസിപ്രൊക്കേറ്റിംഗ് മീൻസ് ദിറ്റ് ഇസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. നൗ ദർ ഇസ് എ കണക്റ്റിംഗ് റോഡ്, AB എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് റോഡുണ്ട്. സോ ഈ കണക്റ്റിംഗ് റോഡിന് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഉണ്ട്. ആൻഡ് ദിസ് കണക്റ്റിംഗ് റോഡ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ക്രാങ്ക് ഓഫ് ദി എൻജിൻ. സോ ക്രാങ്ക് എന്ന് പറയുമ്പോൾ ക്രാങ്ക് റൊട്ടേറ്റാണ് ചെയ്യുന്നത് അല്ലേ, സർക്കുലറായിട്ട് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഉണ്ടായിരിക്കും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ക്രാങ്കിൻ്റെ ആ BC എന്ന് പറയുന്നതാണ് ക്രാങ്കിൻ്റെ ലെങ്ത്. അതിനെ നമ്മൾ സ്മോൾ r, ദാറ്റ് ഈസ് എ റേഡിയസ്, BC equal to small r. Okay, so crank is rotating at a uniform angular velocity of omega in the clockwise direction about point C. We know that omega equal to 2 pi n by 60, where n is the number of revolutions in RPM, revolutions per minute. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് n തന്നിട്ട് ഒമേഗ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ പോയിന്റ് A is now connected to piston road, and connecting road is having to and fro motion in the horizontal plane. The velocity of at A എന്ന് പറയുന്നത് VA ആണ്. ഇറ്റ് ഇസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അലോങ് AC. ഇപ്പോൾ AC ഡയറക്ഷനിലാണ് VA, അതായത് വെലോസിറ്റി ഓഫ് പോയിന്റ് A എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഓക്കെ, സിമിലർലി ഇഫ് യു ഡ്രോ, അതുപോലെ തന്നെ B എന്നുള്ള പോയിന്റ് കണ്ടോ, അവിടെ നമുക്ക് BC എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ആ B എന്നുള്ള പോയിന്റിൽ ഇഫ് യു ഡ്രോ ടാൻജൻറ്റ്, ഓക്കെ, ടാൻജൻറ്റ് ടു ദ സർക്കിൾ അറ്റ് B, സോ that will give you the tangential velocity, direction of tangential velocity at B. അപ്പോൾ ഈ VB എന്ന് പറയുന്ന ആ ഒരു B എന്ന് പറയുന്ന ആ ഒരു വെലോസിറ്റി, B എന്നുള്ള പോയിന്റിലെ വെലോസിറ്റിയാണ് VB. ആ വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടു ദി സർക്കിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ VBയും BCയും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇഫ് യു എക്സ്റ്റെൻഡ് BC, ഓക്കെ, ദാറ്റ് വിൽ ബി ദ പെർപെൻഡിക്കുലർ ടു VB. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്, നമ്മൾ VAയ്ക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും, VBക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. രണ്ട് പെർപെൻഡിക്കുലേഴ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ O അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ VBയുടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും, BC എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ BC എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി VB's പെർപെൻഡിക്കുലർ. സിമിലർലി VAയുടെ പെർപെൻഡിക്കുലർ, VA ഹൊറിസോണ്ടൽ ലൈനാണ്, അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് AO ആയിരിക്കും അല്ലേ. ആ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O, ആൻഡ് O ഇസ് ദി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. സോ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം, ലിങ്കിൻ്റെ പ്രോബ്ലം ചെയ്തതുപോലെ സെയിം ഒരു ടെക്നിക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പിസ്റ്റൻ്റെ ഒരു ടൈപ്പ് പ്രോബ്ലവും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ VAയ്ക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക, VBക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക, രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O, ദാറ്റ് ഇസ് ദി ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. ഓക്കെ, നൗ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഫോർ ഗിവൺ പൊസിഷൻ
the connecting rod can be considered as having motion entirely of rotation about the instantaneous center. Therefore, the angular velocity of connecting rod, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നതാണ് എ ബി, രണ്ടാമത്തെ ബി സി എന്ന് പറയുന്നതാണ് ക്രാങ്ക്. ഓക്കെ, അപ്പോൾ രണ്ട് എന്താണ് പാർട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ലിങ്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ലിങ്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ എലമെൻ്റ് ആണ്. അപ്പോൾ അതിന് ഒറ്റ വെലോസിറ്റി ഉള്ളൂ. എബൌട്ട് ദി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഒമേഗ എന്നുള്ള ഒരു ആംഗുലാർ വെലോസിറ്റി ആയിരുന്നു അതിനുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് എലമെൻറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ടല്ലേ. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കണക്റ്റിംഗ് റോഡാണ്, മറ്റേത് ക്രാങ്ക് ആണ്. സോ the angular velocity of connecting rod about the instantaneous center, അതെന്താണ്, നമ്മൾ ഒമേഗ ഒ അല്ലെങ്കിൽ ഒമേഗ 0 എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ വി ആർ ഗിവിങ് a symbol ഒമേഗ 0 for the angular velocity of connecting rod AB about O, and therefore VA equal to AO into ഒമേഗ 0. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗയാണ്. അപ്പോൾ ഇവിടെ AO ഇൻറ്റു കണ്ടോ, AO എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പോയിന്റ് എ തൊട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. സോ AO ഇൻറ്റു ഒമേഗ 0 ആൻഡ് VB ഈക്വൽ ടു BO ഇൻറ്റു ഒമേഗ 0. ഇവിടെ കാണാം BO ഇൻറ്റു ഒമേഗ 0. ദെൻ ലീനിയർ വെലോസിറ്റി ഓഫ് പോയിന്റ് B ഈക്വൽ ടു VB, ദാറ്റ് ഈസ് ഈക്വൽ ടു R ഒമേഗ. അപ്പോൾ ഇവിടെ പോയിന്റ് B എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ക്രാങ്ക്. അപ്പോൾ ക്രാങ്ക് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി എത്രയാണ്, ഒമേഗയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ. വൈ? ബിക്കോസ് ബി ഇസ് എ പോയിന്റ് ഓൺ ദി സർക്കംഫറൻസ് ഓഫ് ദി ക്രാങ്ക് അല്ലേ. സോ ഇനി നമുക്ക് നേരത്തെ വി ഹാവ് അനദർ ഇക്വേഷൻ ഫോർ വി ബി. അതേതാണ്, നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ എൻഡ് പോയിന്റ് ആണ് ബി. അപ്പോൾ അത് വെച്ച് നമ്മൾ എടുത്ത ഇക്വേഷനാണ് കണക്റ്റിംഗ് റോഡിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒമേഗ 0 ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കണക്റ്റിംഗ് റോഡിൻ്റെ പാർട്ടാണ് പോയിന്റ് ബി എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് നമുക്ക് വി ബി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടിയത്, അല്ലെങ്കിൽ ബി ഒ ഇൻറ്റു ഒമേഗ 0 എന്ന് കിട്ടിയത്. എന്നാൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഇസ് കോമൺ ടു ബോത്ത് ദ കണക്റ്റിംഗ് റോഡ് ആൻഡ് ദ ക്രാങ്ക്. സോ ദിസ് പോയിന്റ് ബി ക്യാൻ ബി when it is considered as a part of the ക്രാങ്കിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ എന്നുള്ള ആംഗുലർ വെലോസിറ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ആർ ഇൻറ്റു ഒമേഗ എന്നുള്ള ഇക്വേഷനും അപ്ലൈ ചെയ്യാം. അപ്പോൾ വി ബിക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്നെന്താണ്, ബി ഒ ഇൻറ്റു ഒമേഗ 0 ആൻഡ് അനദർ വൺ എന്താണ്, ആർ ഇൻറ്റു ഒമേഗ. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. വൈ, എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആ വി ബിക്ക് വന്നത്? ബിക്കോസ് ബി ഇസ് എ പോയിന്റ് ഓഫ് ദ കണക്റ്റിംഗ്, ബി ഇസ് എൻ എൻഡ് പോയിന്റ് ഓഫ് കണക്റ്റിംഗ് റോഡാണ്. കണക്റ്റിംഗ് റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ 0 എന്നുള്ള ഒരു വെലോസിറ്റിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഒ ബി ഇൻറ്റു ഒമേഗ 0 എന്നുള്ള ഇക്വേഷൻ എടുത്തു. എന്നാൽ ബി എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെയും പാർട്ടാണ്, ക്രാങ്കിൻ്റെ എൻഡ് പോയിന്റ് ആണ്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒമേഗ എന്നുള്ള ഒരു ആംഗുലർ വെലോസിറ്റിയിലാണ്. അപ്പോൾ അവിടെ ആർ എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ക്രാങ്കിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ആർ ഇൻറ്റു ഒമേഗ, അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി, രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ ആർ ഒമേഗ ഈക്വൽ ടു ബി ഒ ഇൻറ്റു ഒമേഗ 0. അതിൽ നിന്ന് നമുക്ക് ഒമേഗ 0 ഈക്വൽ ടു ആർ ഒമേഗ ഡിവൈഡഡ് ബൈ ബി ഒ എന്ന ഇക്വേഷൻ കിട്ടി. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ ഇൻ ദ ഇക്വേഷൻ ഫോർ വി എ. യു ഗെറ്റ് വി എ ഈക്വൽ ടു AO into omega 0. So AO into R omega by BO. Okay. So you got the equation for VA, that is the velocity for point A. So point A എന്ന് പറയുന്നത് പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന പോയിൻ്റാണ് A. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി VA ഈക്വൽ ടു R omega into AO by BO. സോ ബൈ മെഷറിങ്, അപ്പോൾ ഇത് നമുക്കൊരു ഗ്രാഫിക്കൽ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് എ ആൻഡ് ബി. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറും അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബൈ മെഷറിങ് ടു സ്കെയിൽ ദ ലെങ്ത് AO ആൻഡ് BO ആൻഡ് വെലോസിറ്റി അറ്റ് A, that is VA, can be determined.
Similarly, acceleration of point A, that is A എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതാണ്. അത് തന്നെ പോയിന്റ് ബിക്കും ഉണ്ട്, അതുപോലെ തന്നെ പോയിന്റ് എക്കും ഉള്ള ആക്സിലറേഷനും നമുക്ക് ഇതുപോലെ ഒരു ഗ്രാഫിക്കൽ പ്രൊസീജിയർ വഴി കണ്ടുപിടിക്കാൻ പറ്റും. സോ ആക്സിലറേഷൻ ഓഫ് ബി എ ബി ഈക്വൽ ടു നമുക്കറിയാം ആർ ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ദ നോർമൽ ആക്സിലറേഷൻ ഫോർ ബി. സിമിലർലി നോർമൽ ആക്സിലറേഷൻ ഓഫ് എ with respect to b in the direction of towards b, that can be obtained as, that is given the notation a suffix a bar b എന്ന് പറയുന്നത് എന്താണ്, നോർമൽ ആക്സിലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇൻ ദ ഡയറക്ഷൻ ടുവേർഡ്സ് ബി. അവിടുത്തെ ഇക്വേഷൻ ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എൽ. കാരണം എന്താണ്, നോർമൽ ആക്സിലറേഷൻ ഓഫ് എ എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് ആണല്ലോ. കണക്റ്റിംഗ് റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ 0 എന്നുള്ള ആംഗുലർ വെലോസിറ്റിയിലാണ്. കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ആണ് എൽ. അപ്പോൾ അവിടെ ദ ഇക്വേഷൻ ഇസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എൽ. ഓക്കെ, ഇനി ഇത് രണ്ടും വെച്ചിട്ട് ഈ രണ്ട് വാല്യൂസ്, അതായത് എ ബിയും ആക്സിലറേഷൻ അറ്റ് പോയിന്റ് ബിയും ദെൻ എ ബാർ ബി എന്ന് പറയുന്ന ആക്സിലറേഷൻ, നോർമൽ ആക്സിലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇൻ ദ ഡയറക്ഷൻ ടുവേർഡ്സ് ബി, ഇത് രണ്ടും വെച്ച് നമുക്കൊരു അഗെയിൻ ഒരു ഗ്രാഫിക്കൽ കൺസ്ട്രക്ഷൻ, ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആക്സിലറേഷൻ ഓഫ് പോയിന്റ് എ. നൗ വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ആ ഗ്രാഫിക്കൽ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളിലൂടെ ആ ഒരു ഗ്രാഫിക്കൽ പ്രൊസീജിയറോടെ നോക്കാം. ദ ക്രാങ്ക് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ ഇസ് റൊട്ടേറ്റിംഗ് അറ്റ് 210 RPM. സോ എൻ ആണ് തന്നിരിക്കുന്നത്, എൻ ഈക്വൽ ടു 210. ദ ലെങ്ത് ഓഫ് ദ ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് ആർ 20 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗർ അനുസരിച്ചിട്ടാണെങ്കിൽ ക്രാങ്കിൻ്റെ ലെങ്ത്തിന് നമ്മൾ കൊടുത്തത് ഏത് നൊട്ടേഷനാണ്, സ്മോൾ ആർ അല്ലേ, റേഡിയസ് ഓഫ് ദി ക്രാങ്ക് അല്ലേ, അതാണ് ക്രാങ്ക് ലെങ്ത് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 0.2 മീറ്റർ. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.2 മീറ്റർ ആണ്. ആൻഡ് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു 100/100, ദാറ്റ് ഈസ് 1 മീറ്റർ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പോയിന്റ് എ, ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ when the crank has turned through an angle of 45 degree with the horizontal. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി ഓഫ് എയും ആക്സിലറേഷനും കൂടെ കണ്ടുപിടിക്കാനുള്ളതും പ്രൊസീജിയറും കൂടെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, യു ഹാവ് ടു ഡ്രോ ദ ഫിഗർ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്താണ്, 0.2 ആണ് ക്രാങ്കിൻ്റെ റേഡിയസ്. അപ്പോൾ 0.2 എടുത്ത് 0.2 വെച്ച് നമ്മളൊരു നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ കോമ്പസ് എടുത്ത് കോമ്പസിൽ ഇപ്പോൾ 0.2 മീറ്റർ നമുക്ക് 20 സെൻറ്റിമീറ്റർ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഒരു നമ്മുടെ പേപ്പറിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ കുറച്ച് എടുക്കാം. അപ്പോൾ മേ ബി ഞാനിവിടെ എടുത്തതെന്ന് വെച്ചാൽ 0.2നെ ഞാൻ 2.2 സെൻറ്റിമീറ്റർ ആക്കി വരച്ചു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കോമ്പസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കിട്ടിയ ഒരു സർക്കുലർ ഷേപ്പിലുള്ളൊരു സാധനം വെച്ച് അങ്ങ് വരച്ചു. അപ്പോൾ അതിൻ്റെ ഞാൻ നോക്കിയപ്പോൾ 2.2 ആയിപ്പോയി. അപ്പോൾ ഞാൻ അക്കോർഡിംഗ്ലി എല്ലാം അങ്ങനെ അങ്ങ് ചെയ്തു. അതാണ് പറ്റിയത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്താലും മതി. ഓക്കെ, 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ആ 2 സെൻറ്റിമീറ്റർ വെച്ച് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൻ്റെ സെൻറ്ററിനെ സി എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിടുക. എന്നിട്ട് ആ റേഡിയസിൻ്റെ അവിടെ, അതായത് ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് 45 ഡിഗ്രി എന്താണ് പ്രൊട്രാക്ടറിൽ 45 ഡിഗ്രി എടുത്ത് ബി ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ആ പോയിന്റിൽ ബി എന്നിങ്ങനെ മാർക്ക് ചെയ്യാം. സോ ദാറ്റ് ദിസ് ആംഗിൾ ഇസ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി, കോമ്പസ് വെച്ച് നിങ്ങളൊരു 0.2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, അല്ലെങ്കിൽ 0.2 സെൻറ്റിമീറ്റർ അല്ല, സോറി, ഒരു 2 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. ഞാനിപ്പോൾ 2.2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ്, റേഡിയസ് വെച്ചിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 2 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എടുത്ത് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൻ്റെ സെൻറ്ററിനെ സി എന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ഹൊറിസോണ്ടൽ ലൈനിൽ 45 ഡിഗ്രി എടുത്ത്
ഒരു ലൈൻ വരയ്ക്കും. അതാണ് നമ്മുടെ റേഡിയസ് BC എന്നുള്ള ലൈൻ. ഇത്രയും നിങ്ങൾ ചെയ്യുക. ഓക്കെ. എന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ B എന്നുള്ള പോയിന്റ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഹൊറിസോണ്ടലിൽ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നിങ്ങൾ റേഡിയസ് വരച്ചു. റേഡിയസ് 0.2 ആണ്. അങ്ങനെ നിങ്ങൾക്ക് B എന്നുള്ള പോയിന്റ് കിട്ടി. ആ B എന്നുള്ള പോയിന്റിൽ നിന്ന് അവിടെ അഗെയിൻ കോമ്പസ് ആ B എന്നുള്ള പോയിന്റിൽ കോമ്പസ് പിവട്ട് ചെയ്ത് വെച്ചിട്ട് 1 മീറ്റർ വരുന്ന പോലെ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 1 മീറ്റർ അഗെയിൻ സ്കെയിലിൽ കൺവേർട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ നേരത്തെ 2 സെൻറ്റിമീറ്ററിനെയാണ് നിങ്ങൾ 0.2 മീറ്റർ ആക്കി എടുത്ത് വരച്ചതെങ്കിൽ അതേ സ്കെയിലിൽ തന്നെ എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് കൺവേർട്ടഡ് ഡിസ്റ്റൻസ് എടുത്ത് എന്ത് ചെയ്യുക, A എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ കിട്ടുക. അപ്പം അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് എങ്ങനെയായിരുന്നു, ഞാൻ 2.2 സെൻറ്റിമീറ്ററിനെയാണ് ഞാൻ 0.2 മീറ്റർ എന്ന് പറഞ്ഞെടുത്തത് അല്ലേ. അപ്പോൾ എനിക്ക് 1 മീറ്ററിനെ എങ്ങനെയായിരിക്കും എനിക്ക് പേപ്പറിൽ കാണിക്കാൻ പറ്റുക, X ആയിട്ടായിരിക്കും. അപ്പോൾ 1 ഞാനതിനെ കൺവേർട്ട് ചെയ്താൽ X/2.2 ഈക്വൽ ടു 1/0.2. ജസ്റ്റ് പ്രൊപ്പോർഷൻ റേഷ്യോ എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2.2 സെൻറ്റിമീറ്ററിലാണ് ഞാൻ സർക്കിൾ വരച്ചത്. സർക്കിളിൻ്റെ റേഡിയസ് 2.2 ആയിട്ട് എടുത്ത് വരച്ചു. 2.2 എടുത്ത് വരച്ചപ്പോൾ അങ്ങനെ വരച്ചെങ്കിൽ എനിക്ക് ബാക്കി 1 മീറ്ററിനെ കാണിക്കണമെങ്കിൽ, എനിക്ക് X എന്ന് കാണിക്കണമെങ്കിൽ ആ X കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, X/2.2 ഈക്വൽ ടു 1/0.2. അതിൽ നിന്ന് എനിക്ക് X കിട്ടുമല്ലോ. X എനിക്ക് 11 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഞാൻ B എന്നുള്ള പോയിന്റിൽ എൻ്റെ കോമ്പസ് വെച്ചിട്ട്, കോമ്പസിൻ്റെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ 11 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്തിട്ട് ആ കോമ്പസിൽ 11 എടുത്ത് ഞാൻ ആ കോമ്പസ് വെച്ച് ആ 11 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, AC എന്നുള്ള ആ ഹൊറിസോണ്ടൽ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ ഞാനൊരു ആർക്ക് കട്ട് ചെയ്തു. ആ പോയിന്റിനെ ഞാൻ A എന്ന് മാർക്ക് ചെയ്തു. നൗ മൈ AB ഡിസ്റ്റൻസസ് സ്കെയിലിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ AB ഇപ്പോൾ 1 മീറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാനവിടെ 1 മീറ്റർ എന്ന് എഴുതിയത്. ആക്ച്വലി ആ സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ അത് 11 സെൻറ്റിമീറ്റർ ആണ്. ഇനി A എന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. B എന്ന് ആ VB എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടാൻജൻറ്റ് അല്ലേ. അപ്പോൾ ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് BCനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. 2 മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് O. നേരത്തെ പ്രോബ്ലത്തിൽ, ലിങ്കിൻ്റെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ്. എയിൽ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി VA എന്ന് പറയുന്നത് എലോങ് ദി ലൈൻ AC ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലറാണ് വരച്ചത്, ആ ഡാഷ് ലൈൻ AO. സിമിലർലി BC അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് ഈ AOയിൽ ഒരു പോയിന്റിൽ, ആ ഒരു നേരത്തെ വരച്ച ലൈനിൽ ഒരിടത്ത് മീറ്റ് ചെയ്യും, അതാണ് O. നൗ മെഷർ AO ആൻഡ് മെഷർ BO. അപ്പോൾ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് AO, ഈ ഒരു ഫിഗറിൽ നിന്ന് മെഷർ ചെയ്തെടുത്ത ലെങ്ത്ത് AOയുടെ വാല്യൂ എനിക്ക് കിട്ടിയത് 12.7 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാനതിന് പിന്നെയും സ്കെയിലിൽ കൺവേർട്ട് ചെയ്യണം. അതായത് എനിക്ക് 0.2 മീറ്ററിനെ ഞാൻ 2.2 ആയിട്ടാണ്, 2.2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ഇപ്പോൾ കിട്ടിയ 12.7 എന്നുള്ളത് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ Y മീറ്റർ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. therefore Y/0.2 ഈക്വൽ ടു 12.7/2.2. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് Y ഈക്വൽ ടു 1.154 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ മീറ്ററിൽ കൺവേർട്ട് ചെയ്ത AO വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1.154 ആണ്. സിമിലർലി എനിക്ക് BO എന്നുള്ളത് 15.7 സെൻറ്റിമീറ്റർ ഫ്രം ദ ഫിഗർ കിട്ടും. അതിനെ ഞാൻ ഇതുപോലെ കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ 0.2 സെയിം രീതിയിൽ ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് 1.427 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എൻ്റെ വാല്യൂസ് ഓഫ് AO ആൻഡ് BO എന്ന് പറയുന്നത് 1.427 മീറ്റർ ആണ് BO, ആൻഡ് AO എന്ന് പറയുന്നത് 1.154 മീറ്റർ എന്ന് കിട്ടും. സോ നിങ്ങളിപ്പോൾ ഏത് രീതിയിൽ കൺവേർട്ട്, ഏത് സ്കെയിലാണ് നിങ്ങൾ എടുത്തപ്പോൾ, നിങ്ങൾ 0.2 മീറ്ററിനെ നിങ്ങൾ 2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തതെങ്കിലും എല്ലാ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ AO ആൻഡ് BO എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെ കിട്ടും. മനസ്സിലായോ? നിങ്ങളുടെ AO ഇൻ മീറ്റേഴ്സ് എന്ന് പറയുന്നത് നിയർലി 1.15 മീറ്റർ എന്ന് കിട്ടണം. BO എന്നുള്ളത് 1.42 അല്ലെങ്കിൽ 43 ആ ഒരു റേഞ്ചിൽ കിട്ടും. ഓക്കെ.
അപ്പോൾ ±0.01 പെർമിറ്റഡ് ആണ്, അതിലും കൂടുതൽ പോകരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാം. നൗ യൂസിങ് ദ ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ VA = ഒമേഗ × R × AO/BO. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, N ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റിൽ 210 അല്ലേ. അപ്പോൾ ഒമേഗനെ കൺവേർട്ട് ചെയ്യാൻ ഒമേഗ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, 2πn/60. സോ 2π × 210 / 60 ചെയ്യുമ്പോൾ നമുക്ക് 22 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. സിമിലർലി R ക്രാങ്ക്, ആ ഒരു ക്രാങ്കിൻ്റെ റേഡിയസ് അത് തന്നിട്ടുണ്ട് 0.2 മീറ്റർ ആണ്, അതാണ് സ്മോൾ r. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ VA വെലോസിറ്റി = 3.558 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സിമിലർലി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ തന്നിട്ടുള്ള ക്രാങ്കിൻ്റെ റേഡിയസ് എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന 20 സെൻറ്റിമീറ്ററിലൊരു സർക്കിൾ വരയ്ക്കാൻ നമുക്ക് പരീക്ഷാ പേപ്പറിൻ്റെ ഒരു സൈസ് വെച്ച് A4 സൈസ് വെച്ച് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ സ്കെയിൽ ചെയ്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് B എന്നുള്ള പോയിന്റിൽ നിന്ന്, അതായത് 45 ഡിഗ്രി എടുത്ത് നമ്മൾ ബി പ്ലോട്ട് ചെയ്യുന്നു. ആ ബിയിൽ നിന്ന് ക്രാങ്ക് ലെങ്ത് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് അതിനെ സ്കെയിൽ ചെയ്ത വാല്യൂ എടുത്ത് വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുമ്പോൾ A കിട്ടും. ഇനി A എന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, ഇപ്പുറത്ത് BC എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, 2 മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് O. എന്നിട്ട് AO BO നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു, അതിനെ സ്കെയിലിൽ കൺവേർട്ട് ചെയ്യുന്നു, ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V × that means VA = R omega × AO/BO എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇനി ആക്സലറേഷൻ കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ R⍵² കണ്ടുപിടിക്കാം. അതായത് നമുക്കറിയാം R വാല്യൂ 0.2 ആണ്, ഒമേഗ എന്ന് പറയുന്നത് 22 ആണ്. സോ 96.8 എന്ന് കിട്ടും. ഇനി ω0 എന്ന് പറയുന്നത് നേരത്തെ ഇക്വേഷനിൽ നമുക്ക് R⍵/B0 എന്ന് കിട്ടി. അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ω0 കിട്ടും. ദെൻ ω02 × L, അതെന്താണ്, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R × ω² ആണ്. അത് ഏതിൻ്റെ ആയിരിക്കും, ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ എന്താണ്, ക്രാങ്കിൻ്റെ ആണ്. അപ്പോൾ ക്രാങ്കിൻ്റെ ആക്സിലറേഷനാണ് നമുക്ക് ഈ കിട്ടിയത്. ദെൻ ω0 എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെ ആണ്. അപ്പോൾ അത് ω0 × ലെങ്ത് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ച് വയ്ക്കാം. ഇനി ഒരു ചെറിയൊരു പ്രൊസീജിയറുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫസ്റ്റ് ഫിഗറിലെ നമ്മുടെ BC എന്നുള്ള ലൈൻ കണ്ടോ. BC എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വരച്ച ഹൊറിസോണ്ടലിൽ നിന്ന് 45 ഡിഗ്രി എടുത്ത് നമ്മൾ വരച്ച റേഡിയസ് ആണ് ക്രാങ്കിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ലെങ്ത്, അതാണ് BC. ഈ BCക്ക് പാരലായിട്ട് നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കും, അതാണ് നമ്മുടെ PQ. എന്നിട്ട് അതിൽ നമ്മൾ നമുക്ക് ഇപ്പം ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ, ഒമേഗ എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ ആ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ ആക്സിലറേഷനാണ് R⍵². അപ്പോൾ R⍵² 96.8 അത് നമ്മൾ ഈ ഒരു ലൈനിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ അഗെയിൻ പ്രശ്നം വരും. നമ്മളിപ്പോൾ ഹൊറിസോണ്ടലിൽ നിന്ന് 45 ഡിഗ്രി എടുത്താണ് ഈ ഒരു, അല്ലെങ്കിൽ ഇതിന് പാരലായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിന് പാരലായിട്ടാണ്, അതേ കണ്ടോ, BC എന്നുള്ള ഈ ഒരു ലൈനിന് പാരലായിട്ടാണ് നമ്മൾ ഇവിടെ PQ വരച്ചിരിക്കുന്നത്. PQ കണ്ടോ. ഓക്കെ, ഇനി ആ PQവിൽ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത് 96.8 ആണ്. അഗെയിൻ നമുക്ക് 96.8 അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല, പേപ്പറിൻ്റെ സൈസ് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ, അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ 9.6 സെൻറ്റിമീറ്റർ ആക്കി. അതായത് 96.8നെ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഞാൻ 9.6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ എന്നുള്ള രീതിയിൽ അതിനെ പ്ലോട്ട് ചെയ്തു. അപ്പോൾ PQ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9.6 ആണ് ഞാൻ എടുത്തത്. ഇതിൽ കുറച്ചൊരു പ്രശ്നം വരും, കാരണം നമുക്ക് 9.68 എന്നുള്ളത് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു അപ്രോക്സിമേറ്റ് നിങ്ങളുടെ ആൻസറിലും ഒരു 0.1 ഡെസിമലിൽ വേരിയേഷൻ വരും. അത് പ്രശ്നമില്ല, കാരണം ഗ്രാഫിക്കൽ കൺസ്ട്രക്ഷൻ്റെ ഒരു ലിമിറ്റേഷനാണത്, അത് കുഴപ്പമില്ല. ഇപ്പോൾ 9.68 സെൻറ്റിമീറ്റർ എടുത്ത് PQ എന്നുള്ള ലൈൻ വരച്ചു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ Q എന്നുള്ള പോയിന്റ് കണ്ടോ, ആ Q എന്നുള്ള പോയിന്റിൽ നിന്ന് അടുത്തൊരു QR എന്നൊരു ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ QR ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാനുള്ളത്, തൊട്ട് മുന്നത്തെ ഫിഗറിലെ എൻ്റെ കണക്റ്റിംഗ് റോഡ് കണ്ടോ, AB എന്നുള്ള കണക്റ്റിംഗ് റോഡ്, ആ കണക്റ്റിംഗ് റോഡിൻ്റെ ലൈനിന് പാരലായിട്ടായിരിക്കണം ഞാൻ എന്ത് വരയ്ക്കാനുള്ളത്, QR വരയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ താഴെ ഒരു സ്ഥലത്തല്ലേ വരയ്ക്കുന്നത്, അപ്പോൾ നമുക്ക് എങ്ങനെ ആ QR വരയ്ക്കാം, ഒന്ന് ഇവിടെ നോക്കാം. AB ലൈനും AC-യുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര. അപ്പോൾ അതിന് നിങ്ങൾ പ്രൊട്രാക്ടർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ പ്രൊട്രാക്ടർ വെച്ച് നിങ്ങൾ ആംഗിൾ CAB എത്ര എന്ന് മെഷർ ചെയ്യാം.
ഓക്കെ, ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് അത്രയും വാല്യൂ എടുത്ത് വേണം നിങ്ങൾ QR വരയ്ക്കാൻ. അപ്പോൾ എനിക്കിത് നിയർലി 10.8 ഡിഗ്രി അങ്ങനെ എന്തോ ആണ് കിട്ടിയത്, ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്ര കിട്ടുന്നു എന്ന് നോക്കുക. നിങ്ങളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ഏതാണ് AC എന്നുള്ള ലൈൻ, ആ ലൈനിൽ നിന്ന് നിങ്ങളുടെ AB എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെ ആ ലെങ്താണ്. ആ ലെങ്ത് ഇപ്പം CAB എന്നുള്ള ആ ആംഗിൾ എത്രയാണ് എന്ന് പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയിട്ട് ഇവിടെ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടാണല്ലോ അതിൽ നിന്ന് 45 ഡിഗ്രി എടുത്ത് PQ വരച്ചത് അല്ലേ. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് റൈറ്റ് സൈഡിൽ അത്രയും ഡിഗ്രി മാറി എന്ത് വരയ്ക്കുക, QR എന്നുള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ QRൽ നിങ്ങൾ എന്ത് പ്ലോട്ട് ചെയ്യണം, ആദ്യം ജസ്റ്റ് QR എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുക. എന്നിട്ട് ആ QRൽ 9.505 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടെ പ്ലോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 9.505 അഗെയിൻ നമുക്ക് അങ്ങനെ 9 സെൻറ്റിമീറ്റർ അല്ല, നേരത്തെ നമ്മൾ ഏത് സ്കെയിലാണോ ചെയ്തത് അതേ സ്കെയിൽ തന്നെ ഫോളോ ചെയ്യണം. നേരത്തെ ഞാൻ എന്താ ചെയ്തത്, 96.8/10 ചെയ്തു, അങ്ങനെയാണ് ഞാൻ 9.68 എടുത്തത്. അപ്പോൾ ഇവിടെയും ഞാൻ 9.505/10 ചെയ്യണം. അപ്പോൾ അതെത്രയായി, 0.95 എന്നായി. 0.95 എടുത്ത് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി 0.95 എടുത്ത് വരയ്ക്കുന്ന ആ പോയിൻ്റാണ് എൻ്റെ R എന്ന് പറയുന്നത്. ഓക്കെ, നൗ Rൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, ഡ്രോ എ ലൈൻ ഫ്രം R such that line is perpendicular to QR. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ചുമ്മാ വരച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. ഇനി ഇപ്പുറത്തെ സൈഡ് വരിക, P എന്നുള്ള പോയിന്റിലെത്തുക. P എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അതായത് നമ്മൾ നേരത്തെ ഇവിടെ ബേസിൽ വരച്ച ഒരു ലൈൻ കാണും, നിങ്ങളുടെ ആ ബേസ് ലൈന് പാരലായിട്ട് P എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കുക. അപ്പോൾ ഈ P എന്നുള്ള പോയിന്റിൽ നിന്ന് വരച്ച ഹൊറിസോണ്ടൽ ലൈനും Rൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലറും രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും, അതാണ് S. നമ്മൾ നേരത്തെ എങ്ങനെ ചെയ്തേ, ഇതേപോലെയല്ലേ ചെയ്തേ. ഇവിടെ A എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടു, B ഇവിടെ VBക്ക് പെർപെൻഡിക്കുലറാണ്, അതായത് BC എക്സ്റ്റെൻഡ് ചെയ്തു, രണ്ടും കൂടെ മീറ്റ് ചെയ്തൊരു പോയിന്റ് കിട്ടി എന്ന് പറഞ്ഞില്ലേ. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. ഇവിടെ പക്ഷേ ആദ്യം നമ്മൾ PQ എന്ന് പറയുന്നത് നമ്മുടെ ക്രാങ്കിൻ്റെ റേഡിയസിന് 45 ഡിഗ്രി ഇൻക്ലൈൻ അതിന് പാരലായിട്ട് വരച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണക്റ്റിംഗ് റോഡിൻ്റെ പാരലൽ വരച്ചത്, അതാണ് QR. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും മറ്റേ പ്രീവിയസിന് പാരലൽ വരച്ചിട്ട് പിന്നെ കിട്ടിയ Rൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടു, Pയിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ വരച്ചു. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്ത പോയിന്റിന് നമ്മൾ S എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൽ ആ O വന്നില്ലേ, രണ്ടെണ്ണത്തിൻ്റെ മീറ്റിംഗ് പോയിന്റ്, അതുപോലെയാണ് ഇവിടെ S വരുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് PS എന്നുള്ള ആ ഒരു ലെങ്ത് നമ്മൾ മെഷർ ചെയ്തെടുക്കണം. സോ PS മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 6.6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കി എല്ലായിടത്തും നമ്മൾ സ്കെയിൽ ചെയ്ത് എങ്ങനെയാണ്, എത്രയാണോ നമ്മുടെ ആക്സിലറേഷൻ അല്ലേ, ആക്സിലറേഷനെ നമ്മൾ എന്ത് ചെയ്തു, by10 ചെയ്തിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് ഇൻ സെൻറ്റിമീറ്റർ കിട്ടിയത്. ഏതിൽ, ഈ PQയിലും QRലും അല്ലേ. എങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്നത് എന്താണ്, 6.6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. അതിനെ നമ്മൾ ആക്സിലറേഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഞാൻ ഇൻറ്റു എന്ത് ചെയ്യണം, 10 ചെയ്യണം. ഓക്കെ, ഇൻറ്റു 10 ചെയ്തപ്പോൾ my acceleration value is 66 meter per second square. So that is the acceleration at the point. So you got the acceleration. So ഇവിടെ ഈ മുന്നേ ചെയ്തതിൽ നമുക്ക് വെലോസിറ്റി VA VB കിട്ടി, അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ AB A ബാർ B ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് AA ആണ്, അതായത് ആക്സിലറേഷൻ at point A, acceleration at the point of connecting point between the piston and the connecting rod അല്ലേ, ആ ഒരു A എന്നുള്ള പോയിന്റിലെ ആക്സിലറേഷനും കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സാധാരണ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന പ്രോബ്ലമാണ്. ഇതിനകത്ത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡുണ്ട്, അത് കുറച്ചുകൂടെ ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ലോങ് ഇക്വേഷനാണ്. പക്ഷേ നിങ്ങൾ ഈ പ്രൊസീജിയർ വെച്ച് ചെയ്താൽ നമ്മൾ ഗ്രാഫിക്സിലൊക്കെ പഠിക്കും പോലെ വളരെ ഒരു ടൈം കുറച്ച് നിങ്ങൾക്ക് മതിയാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ, ഗ്രാഫിക്കൽ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതായിരിക്കും ടൈം സേവ് ചെയ്യാനായിട്ട് നല്ലത്. ഓക്കെ, താങ്ക് യു.